ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് വിശേഷങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം 2 ദിവസത്തിന് മുമ്പ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷമുള്ള ഒരു കാര്യം നടന്നു. അപ്പം അത് ഞാൻ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന്. വിശേഷം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഇനാഗുറൽ ഫംഗ്ഷന് ഞാൻ ചീഫ് ഗസ്റ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അത് എങ്ങനെയാണ് അതിൻ്റെ വിശേഷങ്ങൾ പറയാനാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഏത് സ്കൂളാണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. നമ്മൾ ട്രിവാൻഡ്രം ആണ്. ട്രിവാൻഡ്രം ജില്ലയിലെ പാൽക്കുളങ്ങര NSS ഹയർ സെക്കൻഡറി സ്കൂൾ, അവിടെ ഹൈസ്കൂളുണ്ട്. അപ്പോൾ അവിടെയായിരുന്നു പ്രവേശനോത്സവത്തിന് 3-ാം തീയതി എന്നെ ചീഫ് ഗസ്റ്റായിട്ട് ക്ഷണിച്ചത്. അത് എനിക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ സീരിയൽസിൽ വർക്ക് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറെയാണ് ഈ സ്കൂളുകാർ സമീപിച്ചത്. ഞാൻ വിളിച്ചിട്ട് ആരെങ്കിലും ഒരു സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിച്ചത് വർക്ക് ചെയ്യുന്ന ഈ ഇൻഡസ്ട്രിയിലുള്ള വലിയ ആൾക്കാർ വേണ്ട, കാരണം അവർക്ക് അത്രയും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഗവൺമെന്റ് സ്കൂളാണ്, അവർ കുറച്ച് ചെറിയ സ്കൂളാണ്. അതുകൊണ്ട് ഏതെങ്കിലും നമ്മുടെ ഇതിൽ ഒതുങ്ങുന്ന ഏതെങ്കിലും ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞു വിടാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ആ പുള്ളിക്ക് എന്നെ അറിയാവുന്നുള്ളത് കൊണ്ട് ഒരു ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായിട്ട് അടുത്ത് കണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് അറിഞ്ഞ കാര്യമായതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ ഒരു ചെറിയ സ്കൂളാണ്, അവിടെ ഒരു ഇനൗഗുറൽ ഫംഗ്ഷൻ ഉണ്ട്, എനിക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെന്താ, ക്യാഷ് കാര്യങ്ങളൊന്നുമല്ല ഞാൻ നോക്കിയത്. കാരണം നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണത്. ചെറുതോ വലുതോ എന്തോ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു അത്. അപ്പം ഞാൻ അങ്ങനെ അതിനുവേണ്ടി പ്രിപ്പയറായി. ഇപ്പോൾ HMനെ വിളിച്ചിട്ട് HM പരിചയപ്പെട്ടു. അവർക്ക് എന്നെ അറിയില്ല. പരിചയപ്പെട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നിട്ട് കുറച്ച് സംസാരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചു. അങ്ങനെ 3-ാം തീയതി ആയി. ഞാൻ പോയി കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട്. നമ്മളെ ഗസ്റ്റ് അല്ലേ, അപ്പം നമ്മളെ ഇതുവരെ എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടാത്ത ഒരു അംഗീകാരം. അവരെന്നെ കണ്ടപ്പോൾ ഓടി വന്ന് എൻ്റെ കൈ പിടിച്ച് കൊണ്ടുപോയതും എന്നെ ഓഫീസ് റൂമിൽ കൊണ്ടുപോയി ഇരുത്തിയതും ഒക്കെ എനിക്ക് സ്വപ്നം പോലും ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞു. എവിടെയൊക്കെയോ ഈ നമ്മൾ ഫാന്റസിയിൽ ലൈഫിൽ ഇങ്ങനെ നടക്കുമല്ലോ, ഫാന്റസിയിൽ നമുക്ക് അങ്ങനെ കിട്ടിയാൽ ഇങ്ങനെ കിട്ടിയാൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ വലിയ നടിയായി കടന്നു പോകുന്നു, അവാർഡ് വാങ്ങുന്നു, അങ്ങനെയൊക്കെ ഞാൻ ഫാന്റസിയിൽ, അതായത് നടക്കില്ല എന്നറിയാവുന്ന ചില കാര്യങ്ങളിൽ കാണുമല്ലോ, അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ഇങ്ങനെ എനിക്ക് ഇന്നതാവണം എന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. അത് നടക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പക്ഷെ ഇത് എന്തോ ദൈവം കൊണ്ടുവന്നൊരു ഭാഗ്യമായിട്ട്. പിന്നെ ഈ അവസരം തന്നവർക്കും ഒരുപാട് നന്ദി, നമ്മൾ അവരെ ഓർക്കണമല്ലോ. അപ്പം അങ്ങനെ സ്കൂളിൽ പോയിരുന്ന സമയത്താണ് അതിലും സർപ്രൈസ് ആയ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒരു ടീച്ചർ എന്നോട് വന്ന് എൻ്റെ സ്ഥലം എവിടെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നേറ്റിങ്കരയാണ്. അപ്പോൾ എവിടെയാണ് പഠിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ധനുവച്ചേരി സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ആ ടീച്ചർ ധനുവച്ചേരി സ്കൂളിൽ ഉണ്ടായിരുന്ന ടീച്ചറായിരുന്നു. അപ്പോൾ ഞാനും അവിടെ ആയിരുന്നാലും അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കറിയില്ല, കാരണം ആ ടീച്ചർ ഹൈസ്കൂൾ ടീച്ചറായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിച്ചത് ഹയർ സെക്കൻഡറി ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ അറിയില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു NSSലെ ഒരുപാട് ടീച്ചേഴ്സ് ഇവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ശരി, ഞാൻ പേരൊന്നും ചോദിച്ചില്ല കേട്ടോ. അപ്പോൾ ശരി എന്ന് പറഞ്ഞു. എന്നിട്ട് 1-2 പേരുടെ പേര് പറഞ്ഞു, സാർമാരുടെയും ടീച്ചേഴ്സിൻ്റെയും പേര് പറഞ്ഞു. എനിക്ക് പേര് കേട്ട് മനസ്സിലായില്ല, എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. രാധിക ടീച്ചറിനെ അറിയാമോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ഞാൻ ഷോക്കായിപ്പോയി. രാധിക ഉണ്ണികൃഷ്ണൻ എന്ന് ചോദിച്ചു. ഞാൻ ഷോക്കായിപ്പോയി. കാരണം +1 +2 ഞാൻ ധനുവച്ചേരി സ്കൂളിലാണ് പഠിച്ചത്. NSS അവിടെ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു രാധിക ടീച്ചർ. രാധിക ടീച്ചർ ആ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഞാൻ എന്ത് പറയാൻ, അഭിമാനമാണോ സങ്കടമാണോ സന്തോഷമാണോ, എനിക്കെല്ലാം കൂടി ചേർന്നൊരു ഫീലായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞ ടീച്ചറെ എനിക്ക് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ ടീച്ചർ അവിടെ ദൂരെ നിൽപ്പുണ്ട്. ടീച്ചർ അറിയില്ല ഞാനാണ്, ഗസ്റ്റ് ഉണ്ടെന്ന് അറിയാം, ആരെയാണെന്നറിയാം, പക്ഷെ ഞാനാണ് ടീച്ചർ അറിഞ്ഞില്ല. ഞാൻ ദൂരെ നിന്ന് കൈ കാണിച്ച ടീച്ചർ മനസ്സിലായില്ല. അപ്പോൾ ഈ ടീച്ചർ രാധിക ടീച്ചറിനെ വിളിച്ചു ഫോണിൽ. ഗസ്റ്റ് ആരാന്നറിയോ, ഇങ്ങനെ ഇന്ന ആളാന്ന് പറഞ്ഞു. ടീച്ചർ മനസ്സിലായി, ആര്യാന്ന് പറഞ്ഞ മനസ്സിലായില്ല. പിന്നെ പറഞ്ഞ ആര്യ ലക്ഷ്മി എന്ന് പറഞ്ഞപ്പോൾ അയ്യോ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഓടി വന്നു, ഞാനും ഓടിപ്പോയി. എനിക്ക് ഭയങ്കര സങ്കടമായി പോയിട്ട് എനിക്ക് കരച്ചിലൊക്കെ വന്നു ആ സമയത്ത്. ടീച്ചറിനെയും കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് സംസാരിച്ചു ഞങ്ങള്. എന്ത് പറയാൻ, നമുക്ക് അഭിമാനമാണ് നമ്മളെ പഠിപ്പിച്ച ടീച്ചറിന്റെ മുന്നിൽ
ഇങ്ങനെ ഒരു ഗസ്റ്റ് ആയിട്ടൊക്കെ പോകുന്നത് പറയുന്നത് ഒക്കെ അഭിമാനമാണ്. അവര് നമ്മളെയും കൂടെ അക്സെപ്റ്റ് ചെയ്യണം. അതല്ല ടീച്ചറിന്റെ വലിയ മനസ്സ്. കാരണം എന്നെ വലിയ ആരോ പോലെ കൊണ്ട് നടന്ന ആ സ്കൂള് കംപ്ലീറ്റ് എല്ലാവരെയും, എന്തിനാ പ്രിൻസിപ്പലിനെയും എല്ലാ കുട്ടികളെയും ടീച്ചേഴ്സിനെയും ഒക്കെ പരിചയപ്പെടുത്തി ഫോട്ടോ എടുത്ത് എനിക്ക് ആ ദിവസം എനിക്ക് ഓൾറെഡി ആ ദിവസം സന്തോഷമാണ്. അതിനേക്കാൾ ഒരു 1000 ഇരട്ടി സന്തോഷം എനിക്ക് ടീച്ചർ ആ ദിവസം എനിക്ക് തന്നു. ഒരു ചോക്ലേറ്റൊക്കെ തന്നോട്ട് മോക്ക് അങ്ങനെ ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു എനിക്കെന്ന്. അത് ആ സന്തോഷം എനിക്ക് ഷെയർ ചെയ്യാൻ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, എൻ്റെ ഫാമിലി ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ നിങ്ങളോടും കൂടെ പറയണം എന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഏട്ടാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഇതുവരെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിലും ഇങ്ങനെ അഭിമാനമുള്ള പ്രൗഡ് മൊമെന്റ്സ് ഒക്കെ ഒരുപാട് ഉണ്ടാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ഏട്ടാ. നിങ്ങൾ ഇങ്ങനെ വിശേഷങ്ങൾ കേൾക്കാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ഞാനും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പഠിപ്പിച്ച ടീച്ചറിന്റെ മുമ്പിൽ ഗസ്റ്റ് ആയിട്ട് പോകുന്നതൊക്കെ. ഇത് വളരെ പെട്ടെന്ന് എനിക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു കുറുക്ക് വഴിയിലൂടെയോ അല്ലെങ്കിൽ ഒരു ചീത്ത വഴിയിലൂടെയോ ഒന്നുമല്ല, ദൈവം കൊണ്ടു തന്നതാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അതെ, ദൈവത്തിനപ്പുറം വേറെ എന്ത് പറയാം. അങ്ങനെ ഒരു മനോഹരമായ ഒരു ദിവസത്തിന്റെ കുറച്ച് കാര്യങ്ങളാണ് ഏട്ടാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനാഗുറൽ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു. ഞാൻ സംസാരിച്ചു. ഞാൻ സംസാരിക്കുമ്പോൾ ടീച്ചർ എൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് ഞാൻ സംസാരിക്കുന്നതൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അത് എനിക്ക് അതൊക്കെ കണ്ടിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിലും ഞാനത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് സങ്കടം വന്നു അപ്പോൾ ടീച്ചർ അങ്ങനെ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് എന്നെ ഫോട്ടോ എടുക്കുന്നത്. ഞാൻ സ്റ്റേജിൽ ഇരിക്കുന്ന ഫോട്ടോസൊക്കെ ഞങ്ങളുടെ +2 ഗ്രൂപ്പിൽ ടീച്ചർ ഷെയർ ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ അറിയിച്ചതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നത്. ഇപ്പോഴും ഞാൻ ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞു പോകുന്ന സന്തോഷമല്ല അത്. അംഗീകാരം എന്ന് പറയുന്നത് ലൈഫ് ലോങ് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതായിരുന്നു കഴിഞ്ഞ 3-ാം തീയതി എൻ്റെ ലൈഫിൽ സംഭവിച്ച വലിയ സന്തോഷം. അപ്പോൾ ഇത് നടന്നപ്പോൾ എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നു. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് എത്ര വലിയ സന്തോഷം ഉണ്ടെങ്കിലും എത്ര വലിയ അംഗീകാരങ്ങൾ കിട്ടിയാലും ഞങ്ങളുടെ ഉള്ളിലൊരു ദുഃഖമുണ്ട്. ഇനിയും ആരൊക്കെയോ അത് അറിയാനുണ്ട് എന്നുള്ള ഒരു തോന്നലുണ്ട്. അതിന് ഒരു പരിഹാരമില്ല. നമ്മളിങ്ങനെ തരണം ചെയ്ത് പോകുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ ഒരു സങ്കടം അങ്ങനെ നിൽക്കും. പക്ഷെ നമ്മളത് മനഃപൂർവ്വം മറന്ന് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിശേഷം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉണ്ടാവണം. കാരണം എങ്കിലേ നമുക്കൊക്കെ മനുഷ്യരാണ്, നമുക്കൊക്കെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. എന്ത് പറയാം, എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ ബൈ.